ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കോഴിക്കോട് ചേളന്നൂർ അമ്പലത്തുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിന്നൊരു വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. 6 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂമുള്ള വീടാണ്. വീടിൻ്റെ പണി നിലവിലിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. 8 ഫുട്ട് നിസ്സാരമായിട്ട് റോഡാണ് വരുന്നത്. അമ്പലത്തുകുളങ്ങര അങ്ങാടിയിൽ നിന്ന് വെറും ഒരു 600-700 മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ കിണർ കാണാൻ പറ്റും. നല്ല അടിപൊളി വീടാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ട് വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ധാരാളം LED പോർട്ട് ലൈറ്റൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മരത്തിൻ്റെ ജനവാതിലുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള കല്ല് തന്നെയാണ്. കല്ല് കണ്ടാൽ നമുക്കറിയാം ഫസ്റ്റ് ക്വാളിറ്റി കല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ കാർപോച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർപോച്ച് ഫുള്ള് ഇതുപോലെ LED ബൾബിനുള്ള എല്ലാ വയറുകളും ഒന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം തേപ്പിൻ്റെ പരിപാടിക്കുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് ചിലപ്പം തേപ്പ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ വന്നിട്ട് ഞങ്ങൾക്ക് വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വന്നിട്ട് വീടിൻ്റെ ഈ പണികളൊക്കെ വന്ന് നോക്കാവുന്നതാണ്. വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. വലത് ഭാഗത്തും ഫുള്ള് നല്ല മരത്തിൻ്റെ ജനവാതിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഇടത് വശത്താണ് കിണർ കൊടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയിൽ കെട്ടി ക്ലിയറാക്കി വെച്ചിട്ടുള്ള കിണറാണ്. വെള്ളം നല്ല അടിപൊളി വെള്ളമാണ്. അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഇടത് വശമാണ് കാണുന്നത്. ഇടത് വശത്ത് ഫുള്ള് ഒക്കെ മരത്തിൻ്റെ ജനൽ വാതിലുകൾ കട്ടിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഇത് പ്ലാവല്ലേ വേട്ടാ? പ്ലാവല്ലേ ഇത്? നല്ല പ്ലാവിൻ്റെ ജനവാതിലാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ വീടിൻ്റെ പുറകുവശത്തെ കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പുറകുവശത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നല്ല മരത്തിൻ്റെ ജനവാതിലാണ് എല്ലാ സൈഡിലും കൊടുത്തിട്ടുള്ളത്. നമ്മൾ തൊട്ടടുത്ത് പറമ്പിലുള്ളൊരു തെങ്ങാട്ടോ, ചെറിയൊരു ഹൈറ്റിൽ. ഇപ്പോൾ ബസ് പോകുന്ന ഒച്ച നമുക്കൊന്ന് കേൾക്കാൻ പറ്റും. അത്രയും അടുത്താണ് ഈ സ്ഥലമുള്ളത്. ഈ കാണുന്നതാണ് അടുക്കള. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈൻ വർക്കൊക്കെ വരുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു അടുക്കളയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം മാതിരി ഒരു റൂം കൊടുത്തിട്ടുണ്ട്. അടുക്കള ഫുള്ള് മരത്തിൻ്റെ വാതിൽ കട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വലുപ്പം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു അടുക്കള. ഇതിന് സെപ്പറേറ്റ് വർക്ക് ഏരിയ ഒന്നുമില്ല. ഒരൊറ്റ വലുപ്പത്തിലുള്ള അടുക്കള. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസ്. താഴത്തെ ഒരു ബെഡ്റൂം കേട്ടോ. ഒരു ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല നീളം വീതിയുണ്ട്. മുകളിൽ ഫുള്ള് LED ബൾബൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബാത്റൂം എന്ന് പറയാം. ബെഡ്റൂം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വീട്ടിലൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് വരുന്നത്. പിന്നെ കയറി വരുമ്പോൾ നല്ല വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ് കയറി വരുന്നത്. ഇവിടെ ഹാളിൽ സെപ്പറേറ്റ് ഇവിടെ ചെറിയൊരു റൂം, ഒരു ഓഫീസ് റൂമായി കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂം ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്ത് നല്ല കട്ടിയിലുള്ള വാതിൽ കട്ടിലാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിറ്റൗട്ട്. ചെയർകേസ് കൊടുത്തിട്ടുണ്ട്. ചെയർകേസ് ലേശം ഹൈറ്റിലായിട്ട് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഉണ്ടോ, വലുപ്പമുള്ള ഹാളിൻ്റെ വലുപ്പമാണ്. നല്ല വലുപ്പമുള്ള ഹാളാണ്. ഇനി ചെയർകേസ് കയറി മുകൾ ഭാഗത്തെ കാഴ്ച കാണാം. മുകളിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല നീളമുള്ള വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ് എത്തുന്നത്. ഇവിടെ നല്ല ഹൈറ്റ് തോന്നിക്കുന്നു കേട്ടോ. സാധാരണ ഒരു ഹൈറ്റിനെക്കാളും കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ബെഡ്റൂം തന്നെ. ബാത്റൂം ലേശം നീളത്തിലാണ്, വീതി കൂടുതലുണ്ട്. അത്യാവശ്യം ഹൈറ്റിലാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ബെഡ്റൂം, നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ഒരാൾ. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്. നല്ല മരത്തിൻ്റെ ജനവാതിലൊക്കെയാണ് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുള്ളത്. വാതിൽക്കട്ടിലൊക്കെ നല്ല അടിപൊളി പ്ലാവിൻ്റെ കാതലാട്ടോ. സൂപ്പർ കാതലാണ്. ലോക്കൽ മരങ്ങളൊന്നുമല്ല.
അതുപോലെ തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു 4ാമത്തെ അല്ല 5ാമത്തെ ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഓപ്പൺ ടെറസ്. അപ്പം ഞാൻ 4 ബെഡ്റൂം പറഞ്ഞത് താഴത്തുള്ള ആ ഒരു കയറി വരുമ്പോൾ ഒരു ഓഫീസ് റൂം അല്ല റൂം അടക്കമാണ് 4 ബെഡ്റൂം എന്ന് പറഞ്ഞത്. 4 ബെഡ്റൂം ആക്കി വേണം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 3 ബെഡ്റൂം ആക്കി യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിലാണ് ഉള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ടാക്കാനുള്ള സ്പേസ് ഇതായി താഴത്തെ കാർപ്പറ്റിന് ഒരു ബെഡ്റൂം കൂടി നിർമ്മിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫുള്ള് കണ്ടോ, ഇതൊക്കെ ഡിസൈനിന് വേണ്ടി മാത്രം ചെയ്താണ്. ബാക്കിയൊക്കെ ഫുള്ള് കല്ല് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ള് കണ്ടില്ലേ വയറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെയാണ്. 6 സെൻറ്റ് സ്ഥലം, 4 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം. 4 ബെഡ്റൂം ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി ഉപയോഗിക്കാം, ഇല്ല 3 ബെഡ്റൂം. ഈ വീടിന് ചോദിക്കുന്നത് കിണറുണ്ട് കേട്ടോ. ഈ വീട് ബാലുശ്ശേരി അങ്ങാടിയിൽ നിന്ന് 500-600 മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 8 ഫുട്ട് നിസാൻ സൈറ്റ് റോഡ് അടക്കമാണ് നമ്മൾ ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.